മലയും നടുങ്ങും. കൺമുന്നിലെ മൂടൽ മഞ്ഞ് പാദമറച്ചപ്പോൾ ഓരോ ചുവടിലും ഞാൻ കേട്ടു നിന്റെ ശാന്തസ്വരം. എന്ന ചോദ്യം മറികടന്ന് ഞാൻ പാടുന്നു. തകർന്ന സ്വപ്നങ്ങൾക്കും വീണ്ടും ചിറകു നൽകുന്നു. പൊട്ടിയ പാത്രത്തിൽ പോലും നിറയുന്നു കൃപയുടെ നദി. പാഴായ രാത്രിക്കപ്പുറം പുലരിയുടെ നടനം തെളിയും. വിശ്വസിക്കുന്നവരാൽ എല്ലാം സാധ്യം. വിശ്വസിക്കുന്നവരാൽ എല്ലാം സാധ്യം. വാതിൽ അടഞ്ഞാലും വഴി തുറക്കും. വിശ്വാസം ഉണ്ടെങ്കിൽ മലയും നടും. നമ്മളൊക്കെ ദിവസവും നിരവധി കഥകളിലൂടെയാണ് ഒരു ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മുടെ വാർത്താമാധ്യമങ്ങളിലൂടെയുള്ള കഥകൾ, ആളുകൾ നമ്മളോട് പറയുന്ന കഥകൾ, അങ്ങനെ നിരവധി കഥകളാണ്. പക്ഷെ നമ്മൾ ഈ കേൾക്കുന്ന കഥകളൊക്കെ നമ്മുടെ വിശ്വാസത്തെ ബിൽഡ് ചെയ്യുന്നതാണോ? നമ്മൾ വാർത്തകൾ കാണുമ്പോൾ പറയുന്ന കഥകൾ, അഴിമതിയുടെ കഥകൾ, കൊലപാതകത്തിൻ്റെ കഥകൾ, അപകടത്തിൻ്റെ കഥകൾ, പീഡനത്തിൻ്റെ കഥകൾ, ഇങ്ങനെ എത്ര കഥകളാണ് ഒരു ദിവസം നമ്മൾ കേൾക്കാനായിട്ട് അനുവദിക്കുന്നത്. ആളുകൾ നമ്മളോട് പറയുന്ന അവരുടെ കഥന കഥകൾ, അവരുടെ വേദനയുടെ കഥകൾ, അവരുടെ ഇല്ലായ്മയുടെ കഥകൾ, ഇതെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പരിഹാരം ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ഒരുപാട് കഥകൾ ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഈ കഥകളെല്ലാം നിങ്ങൾ കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുകയും നിങ്ങളെ ബാധിക്കുകയും നിങ്ങൾ സ്ട്രെസ്സിലേക്കും ഉത്കണ്ഠയിലേക്കും നിരാശയിലേക്കും ആകുലതയിലേക്കും വിഷമത്തിലേക്കും ദുഃഖത്തിലേക്കുമൊക്കെ നിങ്ങളുടെ മനസ്സ് തനിയെ പോവുകയാണ്. കാരണം മനസ്സിലേക്ക് ഇതെല്ലാം ചെല്ലുമ്പോൾ ഓർക്കുന്നത് ഇതുപോലെയുള്ള വലിയൊരു ഭീകരമായിരിക്കുന്നൊരു അന്തരീക്ഷത്തിലാണല്ലോ ഞാനും ജീവിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ എത്രയോ നല്ല കഥകളുണ്ട് ജീവിതത്തിൽ. നമുക്കറിയാം, തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ കഥകളുണ്ട്. നോഹയുടെ കഥ, അബ്രഹാമിൻ്റെ കഥ, ഇസഹാക്കിൻ്റെ കഥ, യാക്കോബിൻ്റെ കഥ, മോശയുടെ കഥ, യോശുവയുടെ കഥ, എത്രയോ കഥകളാണ് എഴുതി വച്ചിരിക്കുന്നത്. ചരിത്ര കഥകളാണ് എഴുതി വച്ചിരിക്കുന്നത്. ഈ കഥകളെല്ലാം എഴുതി വച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ടൈം പാസ് ചെയ്യാനാണോ? അല്ലെങ്കിൽ കഥ വായിച്ച് വായന പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ? ഈ കഥകളെല്ലാം എഴുതി വച്ചിരിക്കുന്നത് നമ്മൾ ദിവസവും വായിച്ച് നമ്മളത് കേട്ട് നമ്മുടെ വിശ്വാസത്തെ ബിൽഡ് ചെയ്യാനാണ് ഈ കഥകളെല്ലാം എഴുതി വച്ചിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ നേട്ടങ്ങൾ കൊയ്തവരുടെ. ഇനി ബൈബിളിന് അപ്പുറത്തേക്ക് പോകും. ലോകത്ത് തന്നെ എത്രയോ വലിയ കഥകളാണുള്ളത്. ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഭയങ്കരമായി നേരിട്ടവർ, അതിനെ അതിജീവിച്ചവർ, അതിനെ കാൽക്കീഴാക്കി വിജയക്കൊടി പാറിച്ചവർ, ബിസിനസ് ലോകത്ത് വമ്പൻ നഷ്ടങ്ങളിലും കഷ്ടങ്ങളിലും തകർച്ചയിലും വലിയ തലയ്ക്ക് മുകളിൽ ഭീകരമായ കടങ്ങൾ ബാധ്യതകൾ വന്നതിൻ്റെ പുറത്തൂടെ കയറിയ എത്രയോ ധീരമായ കഥകളുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ കഫേ കോഫി ഡേയുടെ കഥ അറിയാം. അദ്ദേഹം വലിയ കടക്കാരനായി ആത്മഹത്യ ചെയ്തു. എന്നാൽ തൻ്റെ ഭാര്യ ആ കടങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് ശാന്തമായി അതെല്ലാം വീട്ടി കമ്പനി വീണ്ടും ലാഭത്തിലേക്ക് കൊണ്ടുവന്ന ശക്തമായൊരു കഥയുണ്ട്. ഇങ്ങനെ എത്ര വലിയ ശക്തമായ കഥകൾ നമ്മുടെ ചുറ്റുമുള്ളപ്പോഴാണ് നമ്മൾ ഈ വേണ്ടാധീനപ്പെട്ട കഥകൾ മുഴുവൻ കേൾക്കുന്നത്. നമ്മുടെ അടുത്ത് ഈ ആൾക്കാർ ആവശ്യമില്ലാത്ത കഥയും പറഞ്ഞ് വരുമ്പോൾ അപ്പോഴേ സ്റ്റോപ്പ് ചെയ്തേക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പുട്ട് യുവർ പാസ്വേഡ് ആൻഡ് പ്രൊട്ടക്റ്റ് യുവർ ബിലീഫ് സിസ്റ്റം. നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിലേക്ക് കടന്നു വരാൻ ഒരു വേണ്ടാധീനപ്പെട്ട കഥയെയും നമ്മൾ അനുവദിക്കരുത്. ഒരു കഥയും നമ്മളെ ശല്യപ്പെടുത്തരുത്. മനുഷ്യൻ എപ്പോഴും എന്താ പറയുന്നത്, നെഗറ്റീവ് കഥകൾ കേൾക്കാൻ വലിയ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. നെഗറ്റീവ് കഥകൾ കേൾക്കാനായിട്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ സീരിയലൊക്കെ ഇത്രയും പോപ്പുലർ ആകുന്നതിൻ്റെ കാര്യം. സീരിയലിൽ ഒരു നല്ല കഥ ഇല്ലല്ലോ നിങ്ങൾക്ക് കേൾക്കാനായിട്ട്. നമുക്ക് കേൾക്കാൻ ഒരു നല്ല കഥയില്ല. എപ്പോഴും അടി ഇടി, പക വീട്ടിൽ, പകപോക്കൽ, പ്രതികാരം, ഇങ്ങനെയുള്ള കഥകളാണ് അതിനകത്തുള്ളത്.
ഈ കഥകളാണ് സ്ത്രീകൾ കൂടുതലും കേൾക്കാൻ ഇങ്ങനെ വ്യഗ്രതയോടെ കാത്തിരിക്കുന്നത്. അവർക്കത് കാണാൻ ഒരു ദിവസം കാണാൻ പറ്റിയില്ലെങ്കിലുള്ള അസ്വസ്ഥത പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കഥകൾ അവരെ എന്തുമാത്രം സ്വാധീനിക്കുന്നുണ്ടെന്നറിയാമോ? എന്തുമാത്രം അവരെ അത് പിടിച്ചു വെക്കുന്നുണ്ടെന്നറിയാമോ? നമുക്കിത് ഈ കഥകളല്ല കേൾക്കേണ്ടത്, നമ്മൾ വിശ്വാസത്തിൻ്റെ കഥകളാണ് കേൾക്കേണ്ടത്. വിശ്വാസത്തിൻ്റെ കഥകൾ കേട്ടാൽ നിങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുകയും നിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. മോശ ഒറ്റുകാരെ അയക്കുന്നുണ്ട്, 12 പേര്. മോശ അയക്കുന്നതല്ല, ഇസ്രായേൽ ജനത്തിന് ഒരു താല്പര്യം തോന്നി. ദൈവം പറഞ്ഞു, ഈജിപ്തിൽ നിന്ന് കടന്നു വന്ന് ഈ കനാൻ നാടിന് എടുക്കുക വന്നപ്പോൾ നിങ്ങൾ ആ നാട്ടിലേക്ക് കയറിക്കോ, ആ നാട്ടിലേക്ക് കയറി നിങ്ങൾ പയ്യെ അവിടെ ജീവിക്കാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചോളാൻ പറഞ്ഞു. ആ സമയത്ത് ഇവർ പറഞ്ഞു, ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പോയി നോക്കാം, നോക്കിയിട്ടൊന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ 12 പേര് പോവുക. 12 പേര് പോയിട്ട് വന്നിട്ട് 10 പേരൊരു കഥ പറഞ്ഞു. അവിടെ കണ്ട കഥയാണ്, സത്യമായൊരു കഥയാണ് അവർ പറഞ്ഞത്. അനാക്കിൻ്റെ പിള്ളേരെ കണ്ടു, ഒരു വലിയ മല്ലന്മാരാണ്. അവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ നിന്നിട്ട് വെറും വിട്ടിലുകളെ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം അവിടുത്തെ ദേശം ഫലഭൂഷ്ടമാണ്, അവിടെ ഭയങ്കര സംഭവമാണ്, അതൊക്കെ സത്യമാണ്. പക്ഷേ നമ്മളെ കൊണ്ട് അവിടെ എങ്ങും പോകാനും ഇതൊന്നും നേടാനും കഴിയത്തില്ല എന്ന് പറഞ്ഞു. ഉടനെ ജനമെല്ലാം കൂടെ ആർത്ത് കരഞ്ഞ് ഇവരുടെ കൂടെ കൂടി. അപ്പോൾ 2 പേര് യോശുവയും കാലേബും പറയും, അല്ല അങ്ങനല്ല, അവിടെ വേറൊരു കഥയുണ്ട്. അവിടെ ഞങ്ങൾ കണ്ടു സാധ്യത, നമുക്ക് പോകാൻ കഴിയും, അവിടെ നമുക്ക് ചെല്ലാൻ കഴിയും, നിങ്ങൾ ധൈര്യപ്പെട്, നമ്മൾ പോകുമോടെ, അവിടെ എല്ലാം ഓക്കെയാണ്, ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ചെല്ലാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷേ ആ കഥ കേൾക്കാൻ ആരുമില്ലായിരുന്നു. എന്തുകൊണ്ടാണ് യോശുവയും കാലേബും ആ കഥ പറഞ്ഞത്? കാരണം മോശയുടെ കൂടെ ഏറ്റവും അടുത്ത് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നവരാണ് യോശുവയും കാലേബും. മറ്റേ 10 പേരെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കൂടെ ഉള്ളവരായിരുന്നു. ഈ ജനങ്ങളുടെ കൂടെ ഉള്ളവർ ഈജിപ്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ വേണ്ടാതിൻ്റെ കഥകളാണ് ഇവരുടെ ഡിസ്കഷൻ. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാൽ ഇതിലും ഭേദം അവിടെ മിസ്രൈമിൽ തന്നെയായിരുന്നു, ഇവിടെ മോശ എന്നെ കാണിക്കാനാണോ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത്, ഇവിടെ എല്ലാവരും ചാകുകൊള്ളെന്നാണ് തോന്നുന്നത്, ഇവിടെ വിശപ്പാണ്, ഒന്നുമില്ല. ഈ കഥകൾ കേട്ടോണ്ടിരിക്കുന്നവന്മാരാണ് അവർ. പക്ഷേ ഈ 2 പേര് യോശുവയും കാലേബും മോശയുടെ കൂടെയാണ്. അപ്പോൾ മോശ എപ്പോഴും കഥ പറയുകയാണ്. ഓരോ കഥകൾ പറയുന്നത് മോശയ്ക്ക് വിജയത്തിൻ്റെ കഥകളാണ്. ഞാൻ ഇവിടുന്ന് മിസ്രൈമിൽ നിന്ന് പോയത് തന്നെ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഈ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി. ഞാൻ ഒരുത്തരെ അടിച്ചു, മിസ്രൈമിനെ അടിച്ചു, അവൻ ചത്തുപോയി, അവനെ കുഴിച്ചിട്ടു. പിറ്റേ ദിവസം ഞാൻ വന്നപ്പോൾ നമ്മുടെ സഹോദരന്മാർ അടിക്കുന്ന കണ്ടപ്പോൾ ഞാൻ പിടിച്ച് മാറ്റാൻ നോക്കിയപ്പം എനിക്കെതിരെ അവർ തിരിഞ്ഞു. ഞാൻ അന്നേരം പേടിച്ച് ഞാൻ ഓടി മരുഭൂമിയിൽ പോയി. അങ്ങനെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ മുൾപ്പടർപ്പ് കണ്ടു, തീയിലൂടെ ദൈവം സംസാരിച്ചു. ഞാൻ കൊട്ടാരത്തിൽ ഇങ്ങനെ അത്ഭുതങ്ങൾ ചെയ്തു. അവിടുന്ന് ദൈവം അത്ഭുതം ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. കൊട്ടാരത്തിൽ നടന്ന കഥകളൊക്കെ പറഞ്ഞ് യോശുവയും കാലേബും ഈ വിശ്വാസത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും കഥ കേട്ടിരിക്കുന്നവരാണ്. ഈ കഥ കേട്ട് അവർക്കൊരു വിശ്വാസത്തിൻ്റെ വലിയ എൻവയർമെൻറ്റ് അവരുടെ ഉള്ളിലുണ്ട്. ഈ കഥ കേട്ടവരാണ് അവിടെ കണ്ടപ്പോൾ കാര്യങ്ങളെ വ്യത്യസ്തമായി കാണുകയും തിരിച്ചു വന്ന് വ്യത്യസ്തമായൊരു കഥ പറയുകയും ചെയ്തു. യോശുവയും കാലേബും പറഞ്ഞത് സത്യത്തിൻ്റെ കഥയല്ല, അവർ പറഞ്ഞ വിശ്വാസത്തിൻ്റെ കഥയാണ്. ഈ 10 പേര് പറഞ്ഞ സത്യത്തിൻ്റെ കഥയാണ്, പക്ഷെ അത് വിശ്വാസത്തിൻ്റെ കഥയല്ല. സത്യത്തിൻ്റെ കഥ ചിലപ്പോൾ നമുക്ക് പ്രയോജനം ചെയ്തെന്ന് വരികയില്ല, പക്ഷെ വിശ്വാസത്തിൻ്റെ കഥ നമ്മുടെ ജീവിതത്തിന് മാറ്റം കൊണ്ടുവന്നിരിക്കും. വിശ്വാസത്തിൻ്റെ കഥ ജീവിതത്തെ അത്ഭുതങ്ങളിലേക്ക് പണിയും. നിങ്ങൾക്കറിയാമോ, യോശുവയും കാലേബും വിശ്വാസത്തിൻ്റെ കഥ പറഞ്ഞു. വിശ്വാസത്തിൻ്റെ കഥ വിശ്വസിച്ചതുകൊണ്ട്, വിശ്വാസത്തിൻ്റെ കഥ കേട്ടിരുന്നതുകൊണ്ട് ഒരു തലമുറ മുഴുവനും ആ മരുഭൂമിയിൽ, അവരുടെ ഒപ്പമുള്ള തലമുറ മരുഭൂമിയിൽ പോയപ്പോൾ യോശുവയും കാലേബും കനാൻ നാട്ടിലേക്ക് കടക്കുവാൻ ഇടയായി. എന്തുകൊണ്ടാണ്? ദ പവർ ഓഫ് സ്റ്റോറി ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ കഥ കേട്ടതിൻ്റെ പ്രത്യേകതയാണത്. വിശ്വാസത്തിൻ്റെ കഥ കേട്ടുകൊണ്ടിരുന്നവരുടെ പ്രത്യേകതയാണത്. അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൻ്റെ കഥ കേൾക്കണം, പറയണം. വിശ്വാസത്തിൻ്റെതല്ലാത്ത കഥ കേൾക്കരുത്, പറയരുത്. അത് വളരെ ശക്തമായി നമ്മൾ അതിനെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ പുതിയ നിയമം പഠിക്കുക, എത്രയോ വിശ്വാസത്തിൻ്റെ സക്സസ്ഫുൾ സ്റ്റോറിയാണ് കിടക്കുക. തന്നെയും പിന്നെയും ഈ വിശ്വാസത്തിൻ്റെ സ്റ്റോറി നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. പിന്നെ വിശ്വാസത്തിൻ്റെ സ്റ്റോറി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ വിശ്വാസത്തിൻ്റെ സ്റ്റോറി നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കണം. വിശ്വാസത്തിൻ്റെ സ്റ്റോറി നിങ്ങളുടെ ജീവിതത്തെ നാടകീയമായി മാറ്റും, ഉറപ്പാണ്. വിശ്വാസത്തിൻ്റെ കഥ
നമ്മുടെ വിശ്വാസത്തെ പരിപോഷിപ്പിക്കുകയും വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. തെറ്റായൊരു കഥ നമ്മുടെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കുക. നമുക്കറിയാം, ഏദൻ തോട്ടത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ അറിയാം. ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കുകയാണ്. അവർ വിശ്വാസത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞ് ദൈവം അവരോട് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ സന്തോഷമായിട്ട് ജീവിക്കുന്ന സമയം ഹവ്വ ഒരിക്കൽ തന്നെ തോട്ടത്തിൽ കൂടെ ഒന്ന് കറങ്ങാൻ പോയി. അപ്പോൾ ഹവ്വ വ്യത്യസ്തമായ വേറൊരു കഥ കേൾക്കുകയാണ്. ഫലത്തെപ്പറ്റി, അതിൻ്റെ ബെനിഫിറ്റിനെ പറ്റിയൊക്കെ ഒരു തെറ്റായ കഥ കേൾക്കുകയാണ്. ആ കഥ അവൾ വിശ്വസിച്ചു. ആ കേട്ട കഥ അവൾ വിശ്വസിച്ചു. അതിൻ്റെ പുറത്ത് അവൾ ആക്ട് ചെയ്തു. അതോടുകൂടെ സംഭവിച്ചെന്താണെന്ന് നമുക്കറിയാം. ദ മോറൽ ഓഫ് ദ സ്റ്റോറി ഇതാണ്: ആവശ്യമില്ലാത്ത കഥകൾ കേൾക്കാൻ പോകരുത്. വിശ്വാസത്തിൻ്റേതായ അല്ലാത്തൊരു കഥ കേൾക്കാൻ നമ്മുടെ സമയത്തെ നമ്മൾ ചിലവാക്കരുത്. എപ്പോഴും നമ്മൾ കേൾക്കേണ്ടത് വിശ്വാസത്തിൻ്റെ കഥകളായിരിക്കണം. ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ കഥ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം: നിങ്ങളുടെ ജീവിതം നാടകീയമായി തന്നെ വലിയ അത്ഭുതങ്ങളിലേക്ക് കരകയറും. വലിയ നേട്ടങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം മാറും. വിശ്വാസത്തിൻ്റെ കഥ നിങ്ങളുടെ കഥ ഒരു വലിയ അത്ഭുതത്തിൻ്റെ കഥയാക്കി മാറ്റും. ചരിത്രം സൃഷ്ടിക്കുന്ന കഥയാക്കി മാറ്റും. വിജയത്തിൻ്റെ കഥയാക്കി മാറ്റും. സമൃദ്ധിയുടെ കഥയാക്കി മാറ്റും. ഐശ്വര്യത്തിൻ്റെ കഥയാക്കി മാറ്റും. സമാധാനത്തിൻ്റെ കഥയാക്കി മാറ്റും. സന്തോഷത്തിൻ്റെ കഥയാക്കി മാറ്റും. നിങ്ങൾക്ക് രചിക്കാൻ പറ്റുന്ന അത്യത്ഭുതകരമായിരിക്കുന്ന ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിജയത്തിൻ്റെയും ഉയർച്ചയുടെയും കഥകൾ രചിക്കാൻ വിശ്വാസത്തിൻ്റെ കഥകൾ കേട്ടുകൊണ്ടിരിക്കാം. നമുക്ക് ആ കഥകൾ നമ്മുടെ ജീവിതത്തെ പണിയട്ടെ. അങ്ങനെ നമ്മുടെ സമയത്തെ വേർതിരിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ധാരാളമായി.